ഹായ് ഗായ്സ്, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയിലോട്ട് വന്നിരിക്കുകയാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഈ ചാനലിൽ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളായിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ ഫസ്റ്റത്തെ വീഡിയോയിലെ ക്രാഫ്റ്റ് നെയിൽസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയ നമ്മളെ ബുക്കിന് നടുക്കത്തെ പേജിൽ നിന്ന് എടുക്കുമല്ലോ, ആ പേപ്പർ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്ലിയർ പേപ്പറായിരിക്കാം, വരയിട്ട പേപ്പറായിരിക്കാം. എനിക്കിപ്പോൾ വരയിട്ട പേപ്പറേ ഉള്ളൂ, അപ്പം ഞാൻ വരയിട്ട പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം അങ്ങനെ ഫോൾഡ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് ഫോൾഡ് ചെയ്യാം. പിന്നെ ഇങ്ങനെയും കൂടെ ഒരു സൈഡും കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനെ നീക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. കാണാമോ? ഒരു സൈഡിലിങ്ങനെ 1 2 3 4 2 പേപ്പറിലായിട്ട് 8 പേജസ് വരും. 8 അത് നമുക്ക് കീറി കൊടുക്കാം. എനിക്കിപ്പോൾ കത്രിക കൊണ്ട് കീറിയാൽ അങ്ങോട്ടേക്ക് അപ്പോൾ അത് തെറ്റിപ്പോകും കീറണം. അതുകൊണ്ട് ഞാൻ സ്കെയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ കീറി. ഞാനിപ്പോൾ 5 നെയിൽസാണ് ഉണ്ടാക്കുന്നത്. അത്ര ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പോവാം ഉണ്ടാക്കാം. ഈ 8 സൈഡും നമുക്ക് കീറി കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കീറണം, ഇല്ലെങ്കിൽ നെയിൽസ് ഉണ്ടാക്കുമ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് വരില്ല നമുക്ക്. നല്ല രീതിയിൽ കീറി കൊടുത്താലേ അടിപൊളി ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ ഒരു സൈഡിൽ പേപ്പറിലേക്ക് ഒരു സൈഡിൽ 4 പേപ്പറായിരിക്കുന്നില്ല. അതേപോലെ നമുക്ക് ഈ പേപ്പറും കൂടെ കീറിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ടോട്ടൽ 8 പേപ്പറായിരുന്നു കിട്ടുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള പടം ഇതിനകത്ത് എടുക്കാം. ഞാനൊരു ബ്ലാക്ക് പിങ്ക് ഫാനായതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പിങ്ക് തീമാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ളത് വരയ്ക്കാം.
ഒരു സ്ക്വച്ചും വർക്കാവില്ല. അതാണ് ഞാൻ എടുത്തു ഇങ്ങനെ വെക്കണം. ഇപ്പം ബ്ലാക്ക് പിങ്ക് അല്ലാതെ ആദ്യം വേറൊരു തീമിൽ ചെയ്തുതരാം. ഇങ്ങനെ കുറേ പാറ്റേൺ ലൈൻസ് ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതേപോലെ കുറേ ലൈൻസ് നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ ക്രോസ് ആയിട്ടും ഇങ്ങനെ നമുക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ അതൊരു തീമാവും. ഇത് ഇങ്ങനെ ഒരു തീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറിൽ ഇതേ പാറ്റേൺ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. ഇങ്ങനെ കുറേ കളറിൽ ഈ ഒരു പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് 5 എണ്ണം ചെയ്തെടുക്കാം. ഞാൻ അടുത്തതായി ബ്ലൂ ആണ് കൊടുക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. വേറൊരു പാറ്റേണും ഞാൻ കൊടുക്കുന്നില്ല. ഇതാ ഇതേപോലെ ഇത് ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കാം നമുക്ക്. നിങ്ങൾക്കിപ്പം വേറെ പാറ്റേൺസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പം ഈ ഒരു പാറ്റേൺ തന്നെയാണ് ചെയ്തത്. ഞാൻ കുറേ ഇതേപോലത്തെ നെയിൽസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി പിന്നെയും ഞാൻ ചെയ്യും. ഇതുപോലെ നമുക്കിനി ചെയ്തെടുക്കാം. ഞാൻ ഈ പർപ്പിളാണ് കൊടുക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കളറും പർപ്പിളാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കും. ഇങ്ങനെ നമുക്ക് ഇപ്പം 3 എണ്ണമായി ഞാൻ ചെയ്ത്. ഇനി നമുക്ക് 2 എണ്ണം കൂടെ ചെയ്താൽ മതി. നിങ്ങൾക്ക് 10 എണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഒരു പേപ്പറിൽ 8 എണ്ണം ആയിരിക്കും ഇതേപോലെ കീറിയെടുക്കാൻ പറ്റുന്നത്. അതിൽ നിങ്ങൾ ഒരു പേപ്പറും കൂടെ എടുത്താൽ 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ സെയിം രീതിയിൽ തന്നെ 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി ഇതാ ഈ കളർ എടുത്തു. ഈ കളറിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടൊക്കെ.
ഇപ്പോൾ ചെയ്ത്. ഇനി നമുക്ക് ഒന്നും കൂടെ ചെയ്താൽ മതി. നമുക്ക് വേറെ ഒരു കളറും കൂടെ എടുത്ത് നമുക്ക് ചുമപ്പെടുക്കാം. റെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് എടുക്കും. ഇതത്ര ചെയ്തത് ശരിയായില്ല. അപ്പം നമുക്ക് വേറെ പേപ്പർ എടുക്കാം. ചെയ്തപ്പോൾ തെറ്റിപ്പോയി. വേറെ പേപ്പർ എടുത്ത് ചെയ്യും. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയായിപ്പോയി. അത് നിങ്ങൾ നേരെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്തപ്പോൾ തെറ്റിപ്പോയിരുന്നു. നിങ്ങൾ നേരെ ചെയ്താൽ മതി. ഇതാണിപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എൻ്റെ മുഖത്ത് പല പല ഭാവങ്ങൾ വന്നത്. നമ്മൾ എല്ലാം ചെയ്തെടുക്കും. 4 ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒട്ടിക്കേണ്ട പരിപാടിയുണ്ട്. ഞാൻ ടേപ്പ് എടുക്കാൻ മറന്നുപോയി. നമുക്ക് ടേപ്പ് എടുത്തിട്ട് വരാം. പിന്നെ ഇതെൻ്റെ ടെൻ്റാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഇതിലാണ്. എൻ്റെ വീട്ടിനകത്താണ്. എൻ്റെ വീട്ടിനകത്ത് തന്നെയാണ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അകം കാണിച്ചു തരാം. എന്താ, ഞാൻ ബ്ലാക്ക് പിങ്കിൻ്റെ ഫാനായതുകൊണ്ട് നിറച്ചും ബ്ലാക്ക് പിങ്കിൻ്റെ ഓരോരോ സാധനങ്ങൾ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്താ, പിന്നെ ഈ സൈഡിൽ ഹാവ് എ നൈസ് ഡേ, ബി ഗ്രേറ്റ് ആൻഡ് അങ്ങനത്തെ സാധനങ്ങളല്ലേ. ഇവിടെയാണ് ഞാൻ ഇതെല്ലാം വച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ ഞാൻ വേറെ ഒരെണ്ണം ചെയ്തൊട്ടിച്ചതാണിത്. ഇത് ഇവിടെ കുറേ കിടപ്പുണ്ട്. പിന്നെ ഇതെൻ്റെ ക്ലിപ്പ്. എനിക്കൊരു ലബൂബ് ഉണ്ടായിരുന്നു. ഇതാണ് ലബൂബ്. പക്ഷേ ഇതിൻ്റെ കണ്ണ് രണ്ടും ഇവിടെ പുറത്താണ് കിടക്കുന്നത്. എൻ്റെ കണ്ണ് രണ്ടും പുറത്താണ് കിടക്കുന്നത്. നമുക്ക് ടേപ്പ് കിട്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേപ്പ് എടുക്കാം. എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ക്ലിയർ ടേപ്പാണ്. അപ്പം കുറച്ചും കൂടെ നല്ലതായിരിക്കും. വേറെ കളർ ടേപ്പ് ഒന്ന് അലങ്കോലമാവില്ല. നമുക്ക് ഇതെങ്ങനെ ഒട്ടിക്കണമെന്ന് നോക്കാം. കാണാമോ നിങ്ങൾക്ക്? കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ വയ്ക്കണം. ഇതാ ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മടക്കാം. നമ്മളിങ്ങനെ മറ്റേ കപ്പലിൻ്റെയൊക്കെ പൊതിയില്ല, അതേപോലെ നമുക്ക് പൊതിഞ്ഞെടുക്കണം. അതേപോലെ വലുതായിട്ടല്ല, ചെറുതായിട്ട്. എനിക്കിപ്പോൾ ഇവിടെ വയ്ക്കാൻ സ്റ്റാൻഡൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഞാൻ കാണിച്ചത്.
കാണാൻ പറ്റില്ല, അതാണ് കുഴപ്പം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇങ്ങോട്ടൊക്കെ നോക്കി. ഇതേപോലെ പൊതിഞ്ഞെടുക്കണം. ഞാൻ പൊതിഞ്ഞത് ശരിയായില്ല. ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് വയ്ക്കാനായിരിക്കും നല്ലത്. നിങ്ങളിതായിരിക്കും എൻ്റെ കത്തി എടുക്കുന്നത്. ഞാൻ കത്തി എടുക്കാൻ തുടങ്ങും, അതുകൊണ്ട് എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊണ്ട് വെച്ചത്, വേറൊന്നും കൊണ്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് ശരിയാണ്, ഞാൻ ചെയ്തിട്ട് ശരിയാണല്ലോ. കൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാക്കുന്നു, ഞാൻ ചെയ്തിട്ട് ശരിയാണ്. എന്താണ് വെറുത്ത് അതാ ഇതേപോലെ പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞ് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നമുക്ക് ഇതിട്ടിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ കിട്ടും. രണ്ട് എന്തുവാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. 2 പ്രാവശ്യം ഇവിടെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കും. എന്താ ഇങ്ങനെ ഓരോരോ സൈസായിട്ട് ഇതാ. ഇവിടെ കട്ട് ചെയ്യണം, ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തിട്ട് ഞാൻ പോകണം ഗൈസ്. കത്തികയൊക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇന്ന് ചെയ്ത എംബ്രോയ്ഡറിയാണ്. ഐ ലവ് മോം എന്ന് പറഞ്ഞ് ചെയ്തതാണ്. എൻ്റെ കയ്യിൽ ക്രോഷ്യൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതെനിക്ക് ചെയ്യാറില്ല. കുറേ ദിവസം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ചെയ്യാറില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. എനിക്ക് ചെയ്യാറില്ലാത്തത് നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ വന്ന ഇത്ര സ്ഥലം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം ഇത്ര അങ്ങ് വെട്ടാം. ഇത്രയും വെട്ടി ഇങ്ങനെ ഇരിക്കും. ഇത്രയും വെട്ടുകളെ ഇത്രയും ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കാം. കത്തിരി കിട്ടുമ്പോൾ നമുക്ക് വാദിച്ച് പൊട്ടിക്കണം. കത്തിരി കൊണ്ട് പൊട്ടിക്കും. കുറച്ച് നീളം മതി, വലിയ നീളമൊന്നും വേണ്ട. കുറച്ച് നീളം മതി. പർപ്പിൾ, എൻ്റെ ഫേവറേറ്റ് കളർ പർപ്പിൾ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. എൻ്റെ ഫേവറേറ്റ് പർപ്പിൾ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? പൊട്ടിക്കാൻ കുറച്ച് പാടാണ്. നമുക്കിനി ഒന്നും കൂടെ ഇടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അറ്റം കാണാനില്ല. ഇപ്പം ശരി, നേരത്തെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ കുറേ മണ്ടയിലാണ് ഒട്ടിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ കണ്ടൊട്ടിച്ചാൽ ഞാൻ കുറച്ച് മണ്ടയിലാണ് ഒട്ടിക്കണമെങ്കിൽ ഒന്നും കൂടെ ഒട്ടിച്ചു. ഇപ്പം മണ്ടയിലാണ് ഒട്ടിച്ചത്. നമ്മൾ
ആദ്യം ഒട്ടിച്ചത് ഇവിടെ ആയിരിക്കണം ആദ്യം ഒട്ടിക്കേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ ഇവിടെയാണ് ആദ്യം ഒട്ടിച്ചത്, ഇവിടെയായിരുന്നു ഒട്ടിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ ഞാൻ ഒട്ടിച്ചവിടെ ആദ്യം മണ്ടയിലാണ് ഒട്ടിക്കണമെങ്കിൽ പിന്നെ താഴെയും കൂടെ ഒരു ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് നമ്മൾ 2 എണ്ണം ഉണ്ടാക്കി. അടുത്തത് ഉണ്ടാക്കാം. ഞാൻ ഒരു ദിവസം എംബ്രോയ്ഡറി ചെയ്യണ വീഡിയോയ്ക്ക് വരാം. അടുത്ത വീഡിയോ എംബ്രോയ്ഡറി ചെയ്യണതായിട്ട് വരാം. എനിക്ക് ഇപ്പോഴും പറയുമ്പം ചെറുതായിട്ടൊന്ന് തെറ്റും. എംബ്രോയ്ഡറി അറിയാത്തവരുണ്ടല്ലോ, അപ്പം അവർക്ക് ക്രാഫ്റ്റ് ചാനലാണ്, എന്നാലും അവർക്ക് ഞാൻ എംബ്രോയ്ഡറി കൊണ്ടുവരാം, സാധനം കൊണ്ടുവരാം. എംബ്രോയ്ഡറി എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. അടുത്ത വീഡിയോ നമുക്കതായി. നമുക്കൊന്നും കൂടെ ഒട്ടിച്ചു നോക്കാം. ചുരുട്ടിയെടുക്കാൻ നല്ല പാടാണ്. ഞാൻ ഇതിപ്പോൾ കുറേ വട്ടം ശ്രമിച്ചിട്ടാണ് എനിക്കൊന്നും ഇത് പറ്റാനുള്ള, ശരിയാവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയില്ല. ഞാൻ നല്ല ഓണം കുറച്ച് പാട് വിട്ടിട്ടാണ് ഞാനിത് ഇതാക്കിയെടുത്തത്. ഇതിപ്പോൾ നമുക്ക് നടത്തിട്ട് വേണം. ഇനി നമുക്ക് 2 എണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിങ്കും റെഡും കൂടെ ഉണ്ടാക്കി നമുക്ക് പിങ്ക് ഉണ്ടാക്കാം. ഞാനും ഇത് ഒരേ കളറാണ്, കാണാൻ പറ്റാത്ത എൻ്റെ ഡ്രസ്സും ഇത് ഒരേ കളറാണ്. ഇത്രയൊക്കെ ലെങ്തിൽ വെട്ടിയാൽ മതി. ഭയങ്കര ലെങ്തിലൊന്നും വെട്ടണ്ട, കുറച്ച് ലെങ്തിൽ വെട്ടിയാൽ മതി. ഇതെന്തോന്നറിയാമോ ഗൈസ്? നിങ്ങൾ വിചാരിക്കും കുഴി തന്നെയായിരുന്നു, അതൊന്നുമില്ല. മെനങ്ങാന്നാണ് തോന്നുന്നത്. മെനങ്ങാന്ന് മുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കൈ കൊള്ളിയതാണ് എണ്ണയിൽ, പിന്നെ അത് വീർത്ത് വെട്ടി ഇത്രയും എന്ത് ചെയ്യാം. ഇനി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇത്രയും പേപ്പറിൻ്റെ ബഹളമായിരിക്കും. അതിന് തൂക്കി എവിടെയെങ്കിലും കൊണ്ട് കാണുന്നില്ലെങ്കിൽ എനിക്ക് അച്ഛനെ നിർത്തി.
സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. നമുക്ക് വയ്ക്കാം. പേടിപ്പെടുത്താം. നിങ്ങൾക്ക് തോന്നുന്നത് രാക്ഷസ നിലവേ വരും. ഇനി നമുക്കിത് കുറച്ചും കൂടെ മിൻ ആ സാധനം ചെയ്തെടുക്കാം. മിനുക്കിയെടുക്കാം. മിനുക്കിയെടുക്കാൻ നമുക്ക് ഇതൊരു പേപ്പർ എടുത്തിട്ട് ഇതിൽ കുറച്ചു ഭാഗം കീറിയെടുക്കാം. ഇത്രയും ഭാഗം കീറിയെടുക്കാം. ഇതിൽ കുറച്ച് അതിന് ഞാൻ കീറിയെടുക്കും. ഇത്രയും ഭാഗം കീറിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേബിൾ അതും എൻ്റെ ടെൻറ്റിനകത്താണ്. എല്ലാം എൻ്റെ വീട്ടിനകത്താണ്. എല്ലാം വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്താണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്.